ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡെയിലി വ്ളോഗ് ഡേ 41. ഇന്നത്തെ വ്ളോഗിൽ കംപ്ലീറ്റ് ഫുഡ് അടിയാണ്. അപ്പോൾ ബാക്കിയുള്ള വ്ളോഗിലൊക്കെ എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിക്കരുത്. ഫുഡില്ലാണ്ട് നമുക്ക് പറ്റില്ലല്ലോ. ഹോട്ടലിന്റെ മുതലാളിമാര് പച്ച പിടിച്ചിട്ട് ശരിക്കും കാരണം ഇവിടെ ഫുൾ പച്ച സെറ്റപ്പാണ്. പച്ച പ്ലേറ്റ്, പച്ച സോഫ, എന്തായാലും അൽഹംദുലില്ലാ അവര് പച്ച പിടിച്ചല്ലോ. അബുദാബി ടൂറിസ്റ്റ് ക്ലബ് ഏരിയയിൽ പോയാൽ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആരും അവിടെ ഒരു പരിപാടിയും പിടിക്കാറില്ല. പക്ഷേ ഇവിടെ വാലറ്റ് പാർക്കിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ പത്തിരീസ് റെസ്റ്റോറൻറ്റിൽ പോയി അവിടുത്തെ കുറേ ലൈവ് ഐറ്റംസ് ഓർഡർ ചെയ്ത് അത് വരാല ഗ്യാപ്പിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായ ബിഗ് ബോസിനെ കുറിച്ച് വൺ ഡിസ്കഷൻ നമ്മൾ നടത്തി. അപ്പത്തിന് അവരുടെ ഫുഡുകൾ വന്നു തുടങ്ങി. ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് വന്ന്, അത്യാവശ്യം നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈ, നല്ല ലൈവായിട്ടുള്ള വെള്ളയപ്പം, അതുപോലെ ചിക്കൻ 65, നൂൽ പൊറോട്ട, പോത്ത് റോസ്റ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്ന് നമുക്ക് ഒരുവിധം എല്ലാ ഫുഡും നന്നായി ഇഷ്ടപ്പെട്ട് ഒരു മിനിമം ബഡ്ജറ്റിൽ ഫാമിലിയൊക്കെ പോയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഷാർജയിൽ നിന്ന് പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മളെ കാണാൻ വന്നേക്കാണ് റബു നിഷി. നേരെ അവരായിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രഷിൽ പോയി അവിടെ പോയിട്ട് സോർബേങ് അതുപോലെ തന്നെ ഫ്രൂട്ട് ബൈറ്റ്സ് ഒക്കെ ഓർഡർ ചെയ്ത്. അതിലെ ഫ്രൂട്ട് ബൈറ്റ്സ് എല്ലാ ഫ്രൂട്ട്സും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലെമണിൻ്റെ ഫ്ലേവറാണ്. അതുപോലെ തന്നെ ബ്ലാക്ക്ബെറിയുടെ ഫ്ലേവറൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ശരി സോർബയുടെ ഫ്ലേവർ എന്താണെന്ന് നമ്മളോട് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വണ്ടിയിലായിരുന്നു. അപ്പോൾ ഞാനും കുറേ നേരം അത് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് അങ്ങോട്ട് ഫ്ലേവർ കിട്ടണില്ല. എവിടെയോ എന്തോ പറക്കി തന്ന ഒരു ഫീലുള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ റബു വൻ പറക്കിയുണ്ട് അവനെ കണ്ടുപിടിച്ച്. അതിന്റെ പേര് കിട്ടല്ല, ബദാമിന്റെ സാധനം. എത്ര പറമ്പുകളിൽ നടന്ന് പറക്കി തിന്നാന്നറിയോ. പിന്നെ റബുവിനെ ഫ്ലേവർ കിട്ടാണ്ടിരിക്കോ. അപ്പൊ നാളെ